അസ്സലാമലൈക്കും. ഹലോ ഹായ്. ഇന്നത്തെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നമ്മളിവിടെ അടിപൊളിയായിട്ട് സുഖമായിട്ട് തന്നെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഗേറ്റിൻ്റെ പേര് സുലൈഷ മൻസിൽ. ഇതെങ്ങനെ വന്ന് എന്ന് കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സുലൈഷ എന്നുള്ളത് സുലൈമാൻ, ലൈല, ഷമീം ഈ 3 പേരുടെ പേരും കൂടെ ഫസ്റ്റത്തെ ലെറ്റർ എടുത്തിട്ടാണ് ഈ സുലൈഷ എന്നുള്ളൊരു പേര് വന്നത്. അത് ഇവിടുത്തെ ഉപ്പാൻ്റെ ക്രിയേറ്റിവിറ്റിയാണ് കേട്ടോ. എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? പലരും നമ്മളോട് ഇങ്ങനെ ചോദിക്കുമായിരുന്നു എങ്ങനെ അങ്ങനെ വന്നു എന്നൊക്കെ. അപ്പോൾ അവർ റിട്ടയർഡായിട്ട് നാട്ടിൽ വന്ന ശേഷം അങ്ങനെ വീടിനൊരു പേര് വെച്ചതാണ് കേട്ടോ. അങ്ങനെ ഇതാ മോർണിംഗിൽ കുറേ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് ചപ്പാത്തി മസാലയായിരുന്നു. ഇക്ക ഫുഡൊക്കെ കഴിച്ചു. അയൻകുട്ടി റിഹാനും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അവരുടെ പ്ലേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കുകയാണ് കേട്ടോ. പിന്നെ ഇക്ക ഫുഡ് കഴിച്ച് ചായ എല്ലാം കുടിച്ചിട്ട് പോയി. ഉമ്മാനോട് ഉപ്പാനൊക്കെ യാത്ര പറഞ്ഞിട്ട് ഇറങ്ങുകയാണ് കേട്ടോ. പിന്നെ ഇക്ക പോയ ശേഷം കുട്ടികളും പോയി. പിന്നെ ഞങ്ങളും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാമെന്ന് പ്ലാൻ ചെയ്തു. അപ്പോൾ ഇന്ന് മോർണിംഗ് കാര്യമായിട്ട് ഞാൻ വീഡിയോയിലൊന്നും വന്നിട്ടില്ല. കാരണം ഭയങ്കര ഉറക്ക ക്ഷീണമുണ്ടായിരുന്നു കേട്ടോ എനിക്ക്. എഡിറ്റിങ്ങും റിപ്ലൈയും എല്ലാം കൊടുത്ത് കഴിഞ്ഞ് നമ്മൾ കിടക്കുമ്പത്തിന് രാത്രി 12 മണിയാവും. അപ്പോൾ ഇന്ന് മുതൽ എനിക്ക് എൻ്റെ ടൈമൊന്ന് ഷെഡ്യൂൾ ചെയ്ത് വെക്കണം. കാരണം എനിക്ക് ഉറക്കം ഭയങ്കര കുറവാണ്. അതുകൊണ്ട് രാവിലെ എണീച്ചിട്ട് എനിക്ക് നടക്കാൻ പോകാൻ പറ്റുന്നില്ല. ഞാൻ പതിയെ തടി കൂടുന്നു എന്നൊരു ഫീല് തോന്നുന്നു എനിക്ക്. ഇന്നലെ എന്തോ FBയിൽ ഉണങ്ങി നത്തോലി പോലെയായിന്ന്. അതൊക്കെ നിങ്ങളുടെ തോന്നൽ മാത്രമാണ് കേട്ടോ. അപ്പോൾ ഇനി ഉച്ചയ്ക്കത്തെ വൈബാണ് കേട്ടോ ഞാൻ ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത്. മോർണിംഗ് നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അടിക്കലും തുടയ്ക്കലും പിന്നെ ലഞ്ചെല്ലാം ഉണ്ടാക്കലും എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ ലഞ്ച് വൈബ് മുതലാണ് ആക്ച്വലി ഇന്ന് നമ്മുടെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ മോർണിംഗ് വൈബിൽ ഞാൻ കുറച്ച് പാർട്ട് ഇതിൽ ആഡ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്ന് ലഞ്ച് സ്പെഷ്യൽ നല്ല മാങ്ങയിട്ട അയലക്കറിയും പിന്നെ നല്ല അയല പൊരിച്ചതുമാണ് കേട്ടോ. അപ്പോൾ മാങ്ങയിട്ട അയലക്കറിയുടെ റെസിപ്പി നമുക്ക് നോക്കിയാലോ. ഇതാ ഇവിടെ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് ഉലുവയും ജീരകവും ഇട്ട് മൂപ്പിച്ച ശേഷം ചെറിയുള്ളിയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് തക്കാളി അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ടെടുക്കണം കേട്ടോ. അപ്പോൾ ഇത്തിരി ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് വഴണ്ട് കിട്ടും. ശേഷം ഞാനിതിലോട്ട് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു 3/4 സ്പൂണോളം മല്ലിപ്പൊടി മതി. ഞാൻ ഇവിടെ അറിയാണ്ട് 1 സ്പൂൺ എടുത്തുപോയി. പിന്നെ ഒരു സ്പൂൺ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ കയ്യിലുള്ള മാങ്ങയ്ക്ക് ഒരുപാട് പുളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് പുളി പിഴിഞ്ഞ വെള്ളം കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് മാങ്ങ അങ്ങ് ഇട്ട് കൊടുക്കാം. നല്ല മണമുള്ള മാങ്ങ, ടേസ്റ്റും ഉണ്ട് കേട്ടോ. വെറുതെ കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ. പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഇച്ചിരി വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ കുക്ക് ചെയ്യാൻ വേണ്ടി വെച്ചു. എണ്ണ തെളിയണ വരെ കുക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നല്ല ഫ്രഷ് അയിലാണ് ഇപ്രാവശ്യം കിട്ടിയത്. അതിട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഇവിടെ നന്നായി വെന്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇളക്കിയൊന്നും കൊടുക്കരുത് കേട്ടോ. ഞാനിങ്ങനെ അയലയിലൊന്നും മുട്ടാണ്ട് ഇളക്കിയിട്ടെടുക്കുകയാണ്. പിന്നെ ഇതാ ഒരു തേങ്ങ ഫുള്ള് നല്ല പോലെ അരച്ചെടുത്തിട്ട് അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ തേങ്ങയിലൊന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. വലിയ ജീരകം ഇട്ട് കൊടുക്കുന്ന കണ്ടിട്ടുണ്ട്. ഞാൻ പിന്നെ ഒന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പില വിതറിയിട്ട് ഞാൻ ചെറിയ തിള വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ തിള വന്ന ശേഷം ഇളക്കൊന്നും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ഉപ്പ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ അയലക്കറി റെഡി. നമുക്കിനി ലഞ്ച് കഴിച്ചാലോ. അപ്പോൾ മേടിച്ചതാ അതറിയില്ല. പക്ഷെ നമ്മൾ രണ്ടാളും കഴിക്കണല്ലോ. മുളകിട്ടതൊക്കെ കറി
അപ്പൊ കഴിച്ചുകൊണ്ടിരുന്നതാണ്. ഇപ്പൊ എന്താ പെട്ടെന്ന് ജിനി കറിയൊക്കെ ഇപ്പൊ കറിയത്തെ കഴിക്കുന്നത് മുളകത്തത് കറിയത്തെ കഴിക്കും, വറുത്തത് ഒരു ഓപ്ഷനൊന്നും ഇല്ലെങ്കിൽ. അങ്ങനെ ലഞ്ചെല്ലാം ആസ്വദിച്ച് കഴിച്ചു. ഞാൻ തടി വെക്കുന്നില്ല ഗൈസ്, നിങ്ങൾ എന്നെ ഒന്ന് നോക്ക്, എനിക്ക് അങ്ങനെ ഫീൽ ആവുന്നുണ്ട്. ഇന്നലെ ഒരു കമൻറ്റ് കണ്ടു, മെലിഞ്ഞ് മെലിഞ്ഞ് നങ്കിമീൻ പോലെ ആയല്ലോ എന്നുള്ളത് കേട്ടോ. അപ്പോൾ അയൻകുട്ടി സ്കൂളിൽ വന്നു, റിഹാൻ വരാൻ പോകണേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അവൻ വന്നത് അവൻ ഫുഡ് കഴിക്കാൻ വേണ്ടി എല്ലാം എടുത്ത് വെച്ച് അവന് ഈ ആക്ഷൻ കാണിക്കണമൊക്കെ വെറുതെയാണ് കേട്ടോ. അവൻക്ക് അതിലൊട്ടും ഇഷ്ടമല്ല. പക്ഷെ വേറെ മീനില്ലാത്തതുകൊണ്ട് അവൻ ഇന്ന് കഴിക്കുകയാണ്. അപ്പോൾ അവന് അയലയും ചോറും ഫിഷ് കറിയൊക്കെ കൂട്ടി കഴിക്കുമ്പോഴേക്കും എന്താ റിഹാൻ സ്കൂളിൽ വന്നു കേട്ടോ. ഇനിയിപ്പോൾ റിഹാൻക്ക് ഭയങ്കര ഇഷ്ടമാണ് അയലയും മീൻ കറിയൊക്കെ. റിഹാൻക്ക് മാന്തൾ, നങ്കിമീൻ എന്നൊക്കെ പറയില്ലേ, ആ ഐറ്റം ഒന്നും ഇഷ്ടമല്ല കേട്ടോ. ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ഇഷ്ടം. അപ്പോൾ ഇതാ ഇതുകൊണ്ടാണ് നമ്മൾ പച്ചക്കറി കൃഷി ചെയ്യാത്തത്. കണ്ടില്ലേ? ഏതിലാണ് നിറയെ വന്നത്? ഇതിലല്ലേ? അതാ പിഞ്ചുകളുണ്ടാ ഒക്കെ തന്നെ താഴത്ത് ഉണ്ട്. പക്ഷേ അപ്പം നമ്മുടെ അവരക്ക ഉറുമ്പ് ആക്രമണത്തിൽപ്പെട്ടു. അതിൻ്റെ താഴെന്നെ ഉറുമ്പൊക്കെ കടിച്ച് വേരിനെ പ്രശ്നമാക്കില്ലേ, അങ്ങനെ ആക്കിയിരിക്കുകയാണെന്നാണ് തോന്നുന്നത്. കാരണം അത് നമ്മൾ വെള്ളമൊഴിച്ച് നല്ല കെയറിങ് ഒക്കെ ചെയ്തതാണ്, അത് ഉണങ്ങിപ്പോയി. അപ്പോൾ അതൊന്ന് കിട്ടിയത് എടുത്തിട്ട് വന്നു കേട്ടോ. നമുക്കൊരു ഉപ്പേരിക്കെങ്കിലും തികഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ കുറച്ച് നേരത്തെ വലിച്ചതുണ്ട്. അപ്പോൾ അതും ഇതും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഉപ്പേരി വയ്ക്കാമെന്ന് വിചാരിച്ചു. നാളെ വെക്കണം ഇൻഷാ അല്ലാ. എനിക്കിപ്പോ കിട്ടിയില്ല. എനിക്ക് പക്ഷെ നേരത്തെ കൊണ്ടുവന്ന ഇഷ്ടമായത്, എനിക്കാണ് ഇഷ്ടമായത് അത്. അപ്പോൾ ചായ കുടിയും അവരൊക്കെ വലിക്കലും എല്ലാം കഴിഞ്ഞിട്ട് ഇതാ അടിച്ച് വാരിയെടുക്കുകയാണ് കേട്ടോ. എല്ലാവരുടെയും അടിച്ച് വാരൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ പാത്രം കഴുകാനൊക്കെ ഉണ്ട്. അപ്പം നമ്മുടെ വ്ളോഗിൽ ഞാൻ ഒരു കാര്യം കൂടി ഉൾപ്പെടുത്തിയാലോ എന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ. നമുക്ക് കുസൃതി ചോദ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ആക്കിയാലോ. ഇന്ന് ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. നിങ്ങൾക്ക് അറിയുന്ന ക്വസ്റ്റ്യൻസ് കമൻറ്റ് വഴി എന്നോടും ചോദിക്കുക. അപ്പോൾ ഞാൻ വ്ളോഗിൽ നെക്സ്റ്റ് ടൈം ഉൾപ്പെടുത്താം. അതിൻ്റെ ഉത്തരം എനിക്ക് അറിയുകയാണെങ്കിൽ ഉൾപ്പെടുത്താം, അതല്ലേ രസം. അപ്പോൾ ഇന്നത്തെ എൻ്റെ ക്വസ്റ്റ്യൻ, ഓടിക്കാൻ പറ്റാത്ത ലോറി ഏതാണെന്നാണ് കേട്ടോ. ഓടിക്കാൻ പറ്റാത്ത ലോറി. ഓക്കെ, കമൻറ്റ് സെക്ഷനിൽ ഉത്തരം അറിയണമെങ്കിൽ ഇടുക കേട്ടോ, നിങ്ങൾ പറയാം കേട്ടോ. ഓക്കെ, പിന്നെ പാത്രം കഴുകിക്കഴിഞ്ഞ് ഉമ്മ ഇവിടെ തുണികളൊക്കെ ഒന്ന് മടക്കിയിട്ടെടുക്കുകയാണ്. ഇനിയിപ്പോൾ അപ്പോൾ കുസൃതി ചോദ്യത്തിൻ്റെ കാര്യം ആരും മറക്കരുത് കേട്ടോ. അപ്പോൾ റിഹാനും അയാനും കൂടി അവിടെ ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനും അവൻ്റെ അടുത്ത് പോയിരിക്കുകയാണ് കേട്ടോ. അവൻ ചെയ്യണത് കണ്ടില്ലേ, ക്യാമറ ഓൺ ആക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അവന് ബാക്കിലോട്ട് തിരിഞ്ഞിട്ടേ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ തന്നെയാണ് പഠിക്കാനിരുന്നാലുള്ള അവസ്ഥ. പിന്നെ അവൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞതിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഫുഡ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓർഡർ ആക്കിയത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ.
പിന്നെ അങ്ങനെ ഗേറ്റിൻ്റെ അവിടെ ഹോണ് വരുന്ന കണ്ടപ്പോൾ തന്നെ അവനക്ക് മനസ്സിലായി. അവന് വേഗം അത് പോയി വാങ്ങിച്ചിട്ട് വന്നു കേട്ടോ. സന്തോഷമായി. പൊറോട്ടയും എഗ്ഗ് കറി കേട്ടോ. ഞാൻ എമർജൻസിക്കും കുട്ടികളുടെ കണ്ണിൽ പൊടി ഇടാൻ വേണ്ടിയിട്ടും ഞാൻ ഓർഡർ ചെയ്യുന്ന ഫുഡാണ് കേട്ടോ ഇത്. പെട്ടെന്ന് നമുക്ക് കഴിക്കാൻ തോന്നിയാലൊക്കെ ഓർഡർ ചെയ്യുന്നതാണ്. അങ്ങനെ പൊറോട്ടയും പിന്നെ ഇവരുടെ എഗ്ഗ് മസാല നല്ല ടേസ്റ്റാണ്. പൊറോട്ട ഹലാക്കിൻ്റെ വലുപ്പമാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം കേട്ടോ മലബാർ പൊറോട്ടയുടെ വലുപ്പം എത്രയുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇതാ ഒരു കറിയിൽ 2 എഗ്ഗാണ് ഉണ്ടാവുക. പണ്ടൊക്കെ ഒരു കറി നമുക്കൊരു 4 പേർക്ക് കഴിക്കാമായിരുന്നു. ഇപ്പോൾ ഭയങ്കര കുറവാണ്. കണ്ടില്ലേ വലുപ്പം? ഭയങ്കര വലുപ്പമാണ് കേട്ടോ. ലെയർ കുറച്ച് കമ്മിയായി പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പണ്ടത്തെ പോലെ ഇങ്ങനെ ലെയറായിട്ട് നിൽക്കുന്നില്ല. എന്താണെന്നറിയില്ല. ആഹാ, ഇങ്ങനെ ചൂടോടെ ഒഴിവായി കഴിച്ചാൽ അതിൻ്റെ ഒരു വികാരം വേറെയാണ് അല്ലേ. പണ്ടൊക്കെ ഇങ്ങനെ കട്ടൻ ചായയും ചൂട് പൊറോട്ടയും കഴിക്കുന്നതിൻ്റെ ഒരു ഓർമ്മയാണ് എൻ്റെ മൈൻഡിലോട്ട് വന്നത്. അപ്പോൾ റിഹാനും അയാനും ദാ ഇവിടെ ഇരുന്ന് കഴിക്കുകയാണ്. അപ്പോഴാണ് ഇക്ക വന്നത്. അപ്പോൾ അവർ കഴിക്കണം, അവിടെ നിന്ന് എണിക്കണ്ട പറഞ്ഞിട്ട് ഞാൻ വേഗം പോയി ഗേറ്റ് തുറക്കാൻ വേണ്ടിയിട്ട് ഓടിയതാണ്. അപ്പോൾ എന്നെ കണ്ടപ്പോൾ മൂപ്പര് ഇറങ്ങിട്ടോ. മൂപ്പര് എന്നിട്ട് തുറന്നു. കുട്ടികളാകുമ്പോൾ പിന്നെ കുഴപ്പമില്ല. ഞാനും ഉമ്മയൊക്കെ പോയി കഴിഞ്ഞാൽ വേഗം കാറിൽ നിന്ന് ഇറങ്ങിയാണ്ട് തുറക്കണതാണ്. അതിൻ്റെ ആവശ്യമില്ലല്ലോ എന്ന് ഞാൻ പറയും. എന്നാലും ജസ്റ്റ് ഒന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ ഇക്ക വന്നു. ഇനിയിപ്പോൾ ഇക്കാക്ക് ചായ വെച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇങ്ങനെ പ്ലാൻ ചെയ്യാണ്, കട്ടൻ ചായയും പൊറോട്ടയും കറിയും മതിയല്ലോ, വേറെ ചായ വെക്കണ്ടല്ലോ എന്നൊക്കെ. അപ്പോൾ ഇക്കാനോട് പറഞ്ഞപ്പോൾ ഇക്കാക്കും ഓക്കെ ആണെന്ന് പറഞ്ഞു. അതിന് പകുതിയാക്കേ ഉപ്പാക്ക് ആകെ കൊടുത്ത പൊറോട്ട പകുതി, അതിനെയും പകുതിയാക്കിയിട്ടാണ് കഴിച്ചത്. നമുക്ക് കഴിക്കാനൊരു ആഗ്രഹത്തിന്, ഒരു പൂതിക്ക്, ഒരു കൊതിക്കൊക്കെ കഴിക്കാമെന്ന് പറയില്ലേ, അങ്ങനെ കഴിച്ചിട്ടുള്ളൂ. അങ്ങനെ ഞാൻ പൊറോട്ടയും എഗ്ഗ് കറിയും ഫിഷ് കറിയും പിന്നെ കട്ടൻ ചായയും ഇരുന്ന് കഴിക്കുകയാണ്. അതിൻ്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല മക്കളെ. എന്താ പറയുക, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് മുതലേ അത് ശീലമായതുകൊണ്ടാണ്. ഇടയ്ക്ക് ആ ഒരു ടേസ്റ്റൊക്കെ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് റീക്രിയേറ്റ് ചെയ്തതാണ് കേട്ടോ ഞാൻ. റീക്രിയേഷൻ എന്താ പറയുക എന്നെനിക്കറിയില്ല. പിന്നെ ഞാൻ വേഗം പോയി പാത്രങ്ങൾ കഴുകി. ഇനിയിപ്പോൾ നമ്മുടെ കിണറിലോട്ട് വെള്ളം ഒഴിക്കണം എന്ന് പറഞ്ഞപ്പോൾ കിണറോ അതെന്താ എന്നൊക്കെ ചോദിച്ച് കമൻറ്റ് വന്നിരുന്നു. ഞാൻ ഈ ഫ്ലാസ്കിനിട്ട പേരാണ് കേട്ടോ അത്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയൊക്കെ തന്നെയുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. മറ്റൊരു കുഞ്ഞു വ്ളോഗായിട്ട് ഇനിയും വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്.